ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ വേൾഡ് പീസ് ഓഫ് പഗോഡയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ, അതിൻ്റെ കവാടത്തിലാണ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇതിപ്പോൾ ഓപ്പണിംഗ് ടൈമും കാര്യങ്ങളും എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഒരു 6 മണിക്ക് രാവിലെ, വൈകുന്നേരം ക്ലോസിങ് 5 മണിക്കും, പിന്നെ ഓപ്പണിംഗ് 5:30. സമ്മർ ടൈമിൽ 5:30ക്കും, ക്ലോസിങ് 6 മണിക്കുമാണ്. ഇവിടെ നടന്ന് കയറാണ്ട് കുറച്ച് കാണുന്നില്ല, സ്റ്റെപ്സ് മൊത്തം കയറണം മുകളിലേക്ക്. ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയാണ്. സ്റ്റെപ്പ് മൊത്തം കാരണം കാണുന്നതാണ് വ്യൂ. Way to Pagoda. Oh, no shooting, no smoking, no trash, no big flowers. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സൂര്യകാന്തി പൂക്കളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിൽ അതുപോലെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. സൈലൻസ് എന്ന ഈരുള്ള ബോർഡുണ്ട്. ഓ, ഫുൾ കോടമഞ്ഞൊക്കെ ആയതുകൊണ്ട് നൈസല്ലേ. പൊള്ളി. ഇതാണ് മുകളിലത്തെ വ്യൂ. ഓ, നമ്മൾ പീസ് ഓഫ് പഗോഡയുടെ കറക്റ്റ് മുകളിലാണ്. അടിയിലത്തെ നോക്കിയുള്ളൊരു വ്യൂ ആണ്. ഓ, വില്ലേജും കാര്യങ്ങളാണ്. ഇതിന് മുകളിൽ കാണുന്നതാണ് പഗോഡ. മുകളിലേക്ക് ആണെങ്കിൽ ഷൂ ഒക്കെ ഊരണം. ഞാൻ പിന്നെ മഴയൊക്കെ പെയ്തിട്ടിരിക്കുകയാണ്, അപ്പം അതിനുള്ളിൽ കയറാൻ തോന്നിയില്ല. പിന്നെ അവിടെ ഫുൾ പാറ്റകളുടെ ശല്യമുണ്ട്. പിന്നെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കുറേ ടൂറിസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പണി നടക്കുന്ന സൗണ്ട് കാരണം അവിടെ പീസൊന്നുമില്ല ഇപ്പോൾ. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് പോഖറ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത്രയും എന്താ പറയുക, കോടമഞ്ഞൊക്കെ ഇറങ്ങി ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും, ഇടയ്ക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിലാണ്. അത്യാവശ്യം ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ. മഴയൊക്കെ പെയ്തൊരു അന്തരീക്ഷം. നമ്മളിപ്പോൾ ഗുപ്തേശ്വർ മഹാദേവ് കേവിൻ്റെ ഫ്രണ്ടിലാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ എന്താ പറയുക ഷോപ്പിംഗ് കടകളും കാര്യങ്ങളൊക്കെയാണ്. ഷോപ്പിംഗാണ് മെയിനായിട്ട് ഇവിടെ വരുമ്പോൾ കാണുന്നത്. തുണിത്തരങ്ങളും പിന്നെ വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസൊക്കെയാണ്. പിന്നെടാ ഈ ബാൻഡല്ലേ പറഞ്ഞേ, ലേഡീസിനാണ്. ബനാറസിൽ കണ്ടില്ല. ഇല്ല. ആ, ഗുപ്തേശ്വർ മഹാദേവ് കേവ്സിലേക്ക് റൈറ്റിലേക്കാണ്. 20 മീറ്റർ ഫ്രം ഹിയർ. തുണിത്തരങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. നല്ല വ്യൂ ആണ്. ഇതാ അമ്പലത്തിൻ്റെ. കുറേ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് അടിയിലേക്കാണ്, അണ്ടർഗ്രൗണ്ടിലേക്കാണ് വഴി വരുന്നത്. നമുക്ക് അതിൽ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. എന്തെങ്കിലും മതി. 62 ഇന്ത്യൻ കറൻസി 62 റുപ്പീസാണ് വരുന്നത്. ടിക്കറ്റ് കൗണ്ടർ 3. അവൻ 3 രൂപ തന്നില്ല എന്നിട്ട് ആൾ കലിപ്പിലാണ്. ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ ഇത് പൊട്ടിച്ചാലോ, ഇവിടെ പൊട്ടിച്ചാലോ. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം. സൈഡിലൊക്കെ കുറച്ച് പ്രതിമകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ടൂറിസ്റ്റേഴ്സ് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നടിയിലേക്ക് നോക്കിയുള്ള വ്യൂ. ഓ, സൂപ്പറാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ മഹാദേവ് കേവ്സിലാണ്. ഇതിനാണ് വഴി. ഇത് നടന്നു പോവാം. ഇതിൻ്റെ സൈഡിൽ ഇതാണ് എൻട്രൻസ്. ആ കാണുന്നില്ല ആൾക്കാർ വരുന്നത്. അതാണ് ആ എൻട്രൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആ എൻട്രൻസ് നൈസായിട്ടൊരു മഴയുണ്ട്.
ഗൈസ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിലേക്കുള്ള എൻട്രൻസ് മഹാദേവ് കേവ്സിലേക്കുള്ള എൻട്രൻസ് ആണിത്. മഹാദേവ കേവാണിത്. മഹാദേവ കേവിലേക്കുള്ള എൻട്രൻസ് ആണ്. നിവർന്ന് നടക്കാൻ പറ്റില്ല, കുറച്ചൊന്ന് കുമ്പിട്ട് നടക്കാൻ പറ്റുള്ളൂ. മുമ്പോട്ട് ഇറങ്ങാൻ പറ്റില്ല, തലമുട്ടുന്ന അവസ്ഥയിലാണ്. പാറകൾ കൊണ്ടുള്ള ഒരു ആവരണമാണ് ഇതിന് ചുറ്റും. ഓരോ സൈഡിലും ഓരോ എന്താ പറയുക ലൈറ്റ് വെച്ചിട്ടുണ്ട് വരെ. ഇതാണ് കുറച്ചുകൂടി കുഞ്ഞിട്ട് നടക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ കൂടെ. ഓ ഗോല പൊളി അമ്മേ. നമ്മൾ കടന്ന് ഇതിനുള്ളിൽ കൂടെ ആയിരുന്നു. അടിയിലേക്കുള്ള വഴിയാണ്, കറക്റ്റ് മഹാദേവിൻ്റെ അടുത്തേക്കുള്ള വഴിയാണ്. എത്ര അടി ആഴത്തിലാണെന്നറിയത്. കുമ്പിട്ടൊക്കെ നടക്കാൻ പറ്റുള്ളൂ. ഇതിനുള്ളിൽ കൂടെ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. ഓ എത്തിയിട്ടുള്ള എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തോ ആണ് ഇവിടെ. നമ്മളിതിൻ്റെ അടിയിൽ ഇറങ്ങിയപ്പോൾ ഇത് കാണുന്ന ഒരു കാഴ്ച. അവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഇത്ര താഴ്ചയിലെന്നറിയുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ വ്യൂവിൻ്റെ അവിടെ നിന്നിട്ട് അതിൻ്റെ പോയിന്റിൽ വെള്ളം അവിടെ നിന്നാണ് പോയി വെള്ളം ചാടി വരുന്നത്. അടിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. കണ്ടില്ലേ, ഇതാണ് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെ. അത് കാണുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഈ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ഇരുട്ടായതുകൊണ്ട് വരെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അടിയിലേക്ക് അത്രയും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇത്ര അടി നമ്മൾ പാറയുടെ ഉള്ളിൽ കൂടെയാണ് നടന്നു വന്നത്. അത്രയും ട്രക്ക് ചെയ്ത് വന്നതാണ്. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ട്രാവലിനായിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഏതോ ഇതിനുള്ളിൽ പാറയുടെ അടിയിലേക്കൊക്കെയാണ് ഇറങ്ങി പോകുന്നത്. അങ്ങുണ്ടെന്ന് തോന്നുന്നു ഇതിന്. ഓ ഇതൊരു അത്ഭുതം തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല. ഒരു സെറ്റപ്പാണ്, കാണേണ്ട ഒന്നാണ് നിങ്ങളെല്ലാവരും. മഹാദേവ് കേവ്സിന് ശേഷം അതിൽ കുറച്ച് നീറ്റാണ്, ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് നീറ്റാണ് ഡെവിൾ ഫാൾസ് വരുന്നത്. നല്ലൊരു വ്യൂ ആണ് വാട്ടർഫോളൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കുറച്ച് ഷോപ്പും കാര്യങ്ങളും നോക്കണമെന്നുണ്ട്. കാരണം നാട്ടിൽ കുറച്ച് പേർക്ക് എന്തൊക്കെ പറയുന്നത് അതുമായിട്ട് വിളിച്ചെടുക്കണം. അപ്പോൾ കാഴ്ച നമ്മളിപ്പോൾ ഈ ഒരു ട്രിപ്പിന് നേപ്പാളിലേക്ക് വരികയാണെങ്കിൽ സാധാരണ ഒരാൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സിനൊക്കെ ഒരു ഗ്യാങ് ആയിട്ട് വരുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരാനുമായിട്ടാണെങ്കിലും ഇവിടുന്ന് പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു ട്രാവൽ ഏജൻസി കയറി മാത്രം എൻക്വയറി ചെയ്യാതെ നമ്മൾ 2-3 അടുത്ത് കയറി വില ചോദിക്കുക. അതിനപ്പോൾ റേറ്റ് വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവപ്പെട്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് വരാനായിട്ട് 1000 രൂപ പെർ ഹെഡ് പറഞ്ഞത് ഞങ്ങൾക്ക് 650-750 പല സ്ഥലങ്ങളിലും വേരിയൻ്റ് ആയിട്ടുള്ള വിലകളാണ് റേറ്റാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പിന്നെ നോട്ടിൻ്റെ കേസ്. നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യൻ കാർഡുകളിൽ ATM കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നേപ്പാൾ ഭൂട്ടാൻ കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ അത് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നതും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ SBIയുടെ ബാങ്ക് ഉണ്ട്. ഇൻ കേസ് ഇനി എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡ് വെച്ച് നേപ്പാളി മണി എടുക്കാം. പക്ഷേ സർവീസ് ചാർജും കുറച്ച് പൈസ കൂടുതൽ വരുന്നുള്ളൂ. ടാക്സി ആണെങ്കിലും ഇപ്പോൾ ബാർഗിൻ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഒന്ന് പോയ രണ്ടാമത്തെ ആൾ മാത്രമല്ലാതെ അതെ ഇൻഡിവിജ്വൽ ടാക്സികളും ബാർഗിൻ ചെയ്യാം. അതെ, അപ്പോൾ ഇൻഡിവിജ്വൽ ടാക്സികളും നിങ്ങൾ ബാർഗിൻ ചെയ്യുക. വിമലേട്ടൻ എത്ര 2000 എടുത്തപ്പോൾ എത്ര ടാക്സി? നേപ്പാളി മണി 2000 എടുത്തു. അതായത് നമ്മുടെ ഏകദേശം ഒരു ഇന്ത്യൻ മണി 1150 രൂപ. SBI ബാങ്ക് 500 രൂപ ഇന്ത്യൻ മണി പോയിട്ടുണ്ട്. 250 രൂപ സർവീസ് ചാർജ് പോയിട്ടുണ്ട് ഇന്ത്യൻ മണി.
ടാക്സി ആയിട്ട് പോയിട്ടുണ്ട്. 2000 നേപ്പാളി മണി ATM എടുത്തപ്പോൾ 250 രൂപ ഇന്ത്യൻ മണി സർവീസ് ചാർജ് ആയിട്ട് പോയിട്ടുണ്ട്. ഫ്രൂട്ടല്ലേ, ഡിഫറെൻ്റ് ഫ്രൂട്ടല്ലേ. നമ്മളിപ്പോൾ വിവാ ലേക്കിലാണ്. നല്ല ക്രൗഡ് ഉണ്ട് ഇവിടെ. ആ കാണുന്നതാണ് അവിടുത്തെ ഒരു അമ്പലം. എന്തമ്പലം ഇത്? പരാഹി ടെമ്പിൾ ആണ് അവിടെ ഉള്ളത്. അവിടേക്ക് അടക്കാനുള്ള ബോട്ടിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കയ്യിലുള്ളത്. നല്ല ക്രൗഡാണ്. ആൾക്കാർ വരുന്നുണ്ട്. ഈ ബോട്ടിലാണ് പോവുക അവിടേക്ക്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ രാത്രി ഇവിടുന്ന് എന്താ പറയുക ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അത്യാവശ്യം പാൻസും കാര്യങ്ങളും. അതാണ് നിങ്ങളുടെ ഷോപ്പിംഗ്. ഇതാണ് കമ്മൽ പിടിച്ചാണ് വലിയ ഷോപ്പിംഗ്. അപ്പോൾ ഇതെന്താണ് ചിക്കൻ ബഫലോ chicken. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ തന്നെ പൊക്രാനിൽ നിന്ന് ഒരു 1000 രൂപയ്ക്ക് ഒരാൾക്ക് 1000 രൂപ വെച്ചിട്ട് നമ്മൾ ബസ്സിൽ നേരെ ലുംബിനിയിലേക്ക് ബസ് കയറിയിട്ടുണ്ട്. പോണ വഴിയിൽ ബസ് പഞ്ചറായി. അങ്ങനെ കുറച്ചൊരു 1.5 മണിക്കൂറോളം കട്ട പോസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കാണ്. അതാണ് അവരുടെ ഹോട്ടൽ. ടൂബോർക്ക് കണ്ട് പേടിക്കേണ്ട വെള്ളടിയും ഒക്കെ എല്ലാ ഹോട്ടലിലും എല്ലായിടത്തും ഉണ്ടല്ലേ. മദ്യം എല്ലായിടത്തും കിട്ടുന്ന സംഭവമാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ ചില NH റോഡിൽ നിന്ന് ഇത്ര കിലോമീറ്റർ പോയിട്ട് അങ്ങനെയൊന്നുമില്ല. ഫുഡും കുഴപ്പമില്ലാത്ത ഫുഡാണെന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മൾ എന്താ കഴിച്ചത്? നമ്മൾ ബിസ്ക്കറ്റും ചായയും കുടിച്ച് വയറ് നിറച്ചു. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ലുംബിനിക്ക് ബസ് കയറുക എന്നുള്ള പ്ലാൻ ആയിരുന്നു. ലുംബിനി പോയിട്ട് അവിടെ ചുമ്മാ കറങ്ങുക, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുക എന്നുള്ള പ്ലാൻ ആയിരുന്നു. അതായത് വൈകുന്നേരം 5 മണിക്ക് നമ്മൾ പൊക്രാന്ന് ലുംബിനി വരെ എത്തും. 4 മണിക്ക് എത്തേണ്ട ബസ്സായിരുന്നു. 4 മണിക്ക് ജസ്റ്റ് അവിടെ കറങ്ങിയിട്ട് പിന്നെ ബസ് കയറി സുനോലിക്ക് വരാൻ. സുനോലിക്ക് പിന്നെ മറ്റേ വാരണാസി പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ അവിടെ വരണ വഴിക്ക് ബസ്സിന് പഞ്ചറല്ല വീലിലെന്തോ പ്രശ്നം പറ്റിയിട്ട് ഒരു 2 മണിക്കൂറത്ത് അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാലമണി സ്ഥലത്ത് ഏകദേശം ഒരു 4 മണിക്കൂറത്ത് അവിടെയും പോയിരുന്നു. പിന്നെ ബസ് ഭയങ്കര സ്ലോവായിട്ട് വന്നത്. ഭയങ്കര സ്ലോവായിട്ടാണ് വന്നത് ബസ്. ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വന്ന് കേട്ടുള്ളൂ. പക്ഷേ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ 8 മണി 8:45 ഇപ്പോൾ സമയം. ആ ബസ്സാണെങ്കിൽ ഇവിടെ പോണ ബസ്സായിരുന്നു. നമ്മുടെ ലുംബിനി പോണ ബസ്സായിരുന്നു. അത് അവിടെ നിന്ന് വളഞ്ഞ് പോണ ബസ്സായിരുന്നു. ഞങ്ങൾ മറ്റേ വളഞ്ഞിടത്ത് ഇറങ്ങിയിട്ട് തിരിയുന്ന ഭാഗത്ത് നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇലക്ട്രിക് ഓട്ടോ വിളിച്ചിട്ട് അവിടെ നിന്ന് ഒരാൾക്ക് 50 രൂപ എന്നുള്ള ലെവലിൽ ഇവിടേക്ക് എത്തിച്ചു. ഇവിടേക്ക് ഫുള്ളായിട്ട് എത്താൻ പറ്റില്ല. അപ്പോഴേക്കും ബ്ലോക്കും കാര്യങ്ങളായിട്ട് ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ ഹോട്ടലിൽ കുടിക്കാനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടു. അതിനിടയിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയ വഴിക്ക് നോട്ട് മാറ്റി ഇപ്പോൾ ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റുണ്ട്. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ്. ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ അന്നത്തെ പ്ലാൻ ഫ്ലോപ്പായെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെയിൻ ഇനിയിപ്പോൾ നേപ്പാളത്തെ വരുന്നൊക്കെ കഴിയും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബോർഡർ. ഇതാ ഗൈസ്, നമ്മളിപ്പോൾ ഇന്ത്യൻ ബോർഡറിലേക്ക് എത്തി. അപ്പോൾ ഇതിനോടൊക്കെ ഞാൻ ആ ബോർഡറിൻ്റെ അവിടെ വീഡിയോ എടുത്തത് സീനായി. അവരെന്നെ പിടിച്ചു, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് വീഡിയോ ഡിലീറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ എന്നിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പാടില്ല. നമ്മളെടുക്കും, അത്ര ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് രാത്രി ഞങ്ങളൊരു 9 മണിക്കായി അവിടെ നിന്ന് ബസ്സിലെത്തുമ്പോൾ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നേപ്പാൾ വീഡിയോ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഇന്ത്യയിലേക്കാണ്. അപ്പോൾ രാത്രി ഇന്ത്യയിലേക്ക് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി വരാൻ പറ്റും. ഇവിടെ ടാക്സി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, ബസ്സൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ആൾക്കാരോട് കൂടിയതിൻ്റെ ബേസിൽ ബസ് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ബസ്സിൽ കയറി പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ സുനോലിയോട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് നേരെ തിരക്കുകയാണ് അവിടെ. ഗായ്സ്, അപ്പോൾ നമ്മുടെ നേപ്പാൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതിനൊപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരും.
അതുവരെയും ബൈ. എൻട്രൻസ് നൈസായിട്ടൊരു മഴയുണ്ട്. പിന്നെന്താ ഇവിടെയൊക്കെ ഉണ്ടല്ലേ ഓരോ കൊത്തുമണി എന്താ പറയുക, അതല്ല ഇതൊക്കെ ഉണ്ടല്ലേ നൈസാണ്.